ഹലോ, അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. വേവ് ഇക്വേഷന്റെ സെക്കൻഡ് എക്സാമ്പിൾ. ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ u of x, t of the string of length തന്നിട്ടുണ്ട് L is equal to pi when c square is equal to 1. The initial velocity is 0. Initial velocity is 0, that is g of x is equal to 0, and the initial deflection f of x is k into sin x minus 1/2 into sin 2x. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് u of x, t ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളുടെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേവ് ഇക്വേഷൻ ഡോ സ്ക്വയർ u by ഡോ t square is equal to c square into ഡോ സ്ക്വയർ u by ഡോ x square. ഇതാണ് നമ്മളുടെ വേവ് ഇക്വേഷൻ. ബൗണ്ടറി കണ്ടീഷൻസ് എന്താ വരിക? u of 0, t is equal to 0, u of l, t. l എന്ന് പറയുന്നത് ഇവിടെ പൈ ആണ്. സോ പൈ, t is equal to 0. ഇതാണ് നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇനീഷ്യൽ കണ്ടീഷൻ ഓൾറെഡി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ f of x is equal to k into sin x minus 1/2 into sin 2x ഉം ഇനീഷ്യൽ വെലോസിറ്റി g of x is equal to 0. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസ് ആൻഡ് ഇത് രണ്ടുമാണ് നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസും ഇത് രണ്ടും നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻസുമാണ്. ഓക്കെ, ഫൈൻ. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പം നമ്മളുടെ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് u of x, t ക്യാപിറ്റൽ f of x ഇൻറ്റു ക്യാപിറ്റൽ g of x ആണെന്ന് അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് u of x, t എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? u of x, t is equal to ഫോറിയർ സീരീസിന്റെ ഫോമിൽ സമ്മേഷൻ n is equal to 1 to infinity an cos lambda n into t plus bn sin lambda n into t into sin n pi by l into x. ഇതായിരുന്നു നമ്മളുടെ u of x, t ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് കണ്ടീഷൻസും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ലാംഡ n എന്ന് പറയുന്ന ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? cn pi by l and the Fourier coefficients an is equal to 2 by l integral 0 to pi an f of x അല്ല 2 by l ഇന്റഗ്രൽ 0 to l ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്റഗ്രൽ 0 to l പൈ നമുക്ക് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f of x into sin n pi x by l dx. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ a എന്ന് പറയുന്ന ഫോറിയർ കോയിഫിഷ്യന്റ്. അതേമാതിരി b എന്ന് പറയുന്ന കോയിഫിഷ്യന്റ് എന്തായിരുന്നു? bn is equal to 2 by cn pi integral 0 to l g of x into sin n pi x by l dx. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾക്ക് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ലാംഡ n എന്ന് പറയുന്നത് എന്താ വരിക?
ലാംഡ എന്നിന് വേണ്ടിയിട്ട് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. നമ്മളിവിടെ പോസിറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യാണ്. അപ്പൊ 1 ഇൻറ്റു n ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ലെങ്ത് പൈ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു n ഫോർ ഓൾ n. അപ്പൊ ലാംഡ n ഇസ് ഈക്വൽ ടു n എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഐഗൺ വാല്യൂസ് ഇസ് ഈക്വൽ ടു n ഫോർ ഓൾ n. ഇനി അതേമാതിരി നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഇനീഷ്യൽ കണ്ടീഷനിൽ ജി ഓഫ് എക്സ് 0 ആണ്. സോ കറസ്പോണ്ടിങ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇന്റഗ്രൽ ജി ഓഫ് എക്സിന് പകരം 0 വരും. അപ്പൊ ഇന്റഗ്രൽ 0 നമുക്ക് ആ ടേം തന്നെ 0 ആവും. സോ ബി എൻ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും, ബി എൻ ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ. ഇനി നമുക്ക് എ എൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എ എൻ നോക്കാം. എ എൻ ഇസ് ഈക്വൽ ടു ടു ബൈ പൈ ഇന്റഗ്രൽ, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ 0 ടു എൽ ആയിരുന്നു, എൽ നമുക്കിവിടെ പൈ ആയതുകൊണ്ട് 0 ടു പൈ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയണത് എന്താണ്, ഇവിടെ തന്നിട്ടുണ്ട് കെ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് 1/2 സൈൻ 2x. ഇതാണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു പിന്നെന്താണ് സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിന് പകരം ഇവിടെ പൈ ഡി എക്സ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാത്തിനുമായിട്ട് കോൺസ്റ്റന്റ് കെ ആണുള്ളത്. അപ്പൊ നമുക്കത് പുറത്തേക്ക് എടുക്കാം. 2k ബൈ പൈ ഇന്റഗ്രൽ 0 ടു പൈ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, സൈൻ എക്സ് ഇൻറ്റു സൈൻ എൻ പൈ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, പൈയും കൂടി ക്യാൻസൽ ആവുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ എന്ത് മതി, സൈൻ എൻ എക്സ് മതി. സൈൻ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് മൈനസ് 1/2 ഇൻറ്റു സൈൻ 2x ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എ എൻ. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്യില്ല. അപ്പൊ നമുക്കൊരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഏത് ഫോർമുലയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്, സൈൻ എ ഇൻറ്റു സൈൻ ബി ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഓക്കെ, അപ്പൊ ഈ ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സൈൻ എ സൈൻ ബിക്ക് എ എന്നുള്ളത് എൻ എക്സും ബി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് ഇവിടെ ചൂസ് ചെയ്യും. അതേമാതിരി ഇവിടെ സൈൻ എ സൈൻ ബിക്ക് സൈൻ എൻ എക്സ് സൈൻ എയും സൈൻ 2x സൈൻ ബിയും ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യണത്. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഈ രീതിയിലേക്ക് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, എ എൻ ഇസ് ഈക്വൽ ടു 2k ബൈ പൈ. നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. ഇന്റഗ്രൽ 0 ടു പൈ സൈൻ എൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ് ഫസ്റ്റ് ടേം. അപ്പൊ എന്ത് വരും, 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി. സോ എൻ മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് കോസ് എ പ്ലസ് ബി, കോസ് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്തായിരുന്നു, മൈനസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു പൈ. അവിടെ കോസ് എൻ എക്സ് ഇൻറ്റു കോസ് സൈൻ എൻ എക്സ് ഇൻറ്റു സൈൻ 2x ആണ്. അപ്പൊ എൻ എക്സ് നമ്മൾ എയും 2x നമ്മൾ ബി ആയിട്ട് എടുത്തു. അപ്പൊ കോസ് എ മൈനസ് ബി എൻ മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് കോസ് എ പ്ലസ് ബി എൻ പ്ലസ് 2 ഇൻറ്റു എക്സ് ഡി എക്സ്. ഇവിടെയും ഒരു ഡി എക്സ് ആഡ് ചെയ്യാനുണ്ട്, അത് വിട്ടുപോയി എഴുതാൻ. ഓക്കെ, ഫൈൻ.
ഇനി അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോമിലേക്കാണ് വരിക? കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ n-1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ n-1 എന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നിന്റെ വാല്യൂസ് എവിടെ നിന്നൊക്കെയാണോ വേരി ചെയ്യുന്നത്? 1 മുതൽക്കാണ് 1, 2, 3, 4 എക്സെട്ര എന്നുള്ള ഫോമാണ്. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് cos 1 - 1 0, cos 0 കുഴപ്പമില്ല, ഡിവൈഡഡ് ബൈ 1 - 1. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്കൊരു 0 വരും. അപ്പോൾ ആ ടേം നമുക്ക് പറ്റില്ല. അപ്പോൾ n-1 n = 1 നമുക്ക് ഇവിടെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡയറക്ട്ലി എന്നിന്റെ വാല്യൂ നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അതേമാതിരി n = 2 വരുന്ന സമയത്ത് ഈ സെക്കൻഡ് ടേമിൽ സൈൻ n-2 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ n-2 ആയിട്ടാണ് നമുക്കിവിടെ മാറുക. അപ്പൊ ഇവിടെ മാറുന്ന സമയത്ത് എഗെയിൻ ഡിനോമിനേറ്ററിൽ 2 - 2 0 എന്ന് പറയുന്ന ഒരു ടേം വരുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നിന്റെ. അപ്പൊ ആദ്യം നമ്മൾ എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ പക്ഷെ 3 മുതൽക്കുള്ള എല്ലാത്തിനും പ്രശ്നമൊന്നും വരില്ല. അപ്പൊ നമ്മൾ ഈ ഇന്റഗ്രലിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നോക്കാം. 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണത് 2k/π. നമുക്ക് n = 1 ആ പ്രശ്നം വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? n = 1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 1/2 ഇൻറ്റു cos n-1 ദാറ്റ് ഇസ് 0. cos 0 ഇൻറ്റു എക്സ് cos 0 തന്നെയാണ്. മൈനസ് cos n+1 1+1 cos 2x വരും. cos 2x dx മൈനസ് പിന്നെന്താണ് 1/2 ഇവിടെ എഴുതാം. 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to π cos again n-2 ആണ്. അപ്പോൾ 1 - 2 വരുമ്പോൾ മൈനസ് എക്സ് 1 - 2 - 1 ഇൻറ്റു എക്സ് cos മൈനസ് എക്സ് മൈനസ് cos 1 + 2 3x dx. ഇതാണ് നമുക്ക് n = എന്തിനാണ് ഇത് വരുന്നത്? ദിസ് വെൻ n = 1. ഇനി ഇത് കുറച്ചുകൂടി നീട്ടേണ്ടി വരും. ഇത് നോക്കാം. അടുത്തത് n = 2 2k/π ഇൻറ്റു ഇന്റഗ്രൽ 0 to π 1/2 ഇൻറ്റു cos. ഇവിടെ നമ്മൾ ചെയ്യാൻ കാരണം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിനോമിനേറ്ററിൽ 0 വരുന്നുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യണത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 1/2 cos 2 - 1 1. അപ്പൊ cos x മൈനസ് cos 2 + 1 3x dx മൈനസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to π cos 2 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അപ്പൊ cos 0 മൈനസ് cos n+2 2 + 2 4x cos 4x dx. ഇതെപ്പോഴാണ്? ദിസ് ഹാപ്പൻസ് വെൻ n = 2. ഇനി ബാക്കിയുള്ള എല്ലാ വാല്യൂസിനും നമുക്ക് ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ അവിടെയൊക്കെ എന്താ പറഞ്ഞത്? 2k/π 1/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ടേം എങ്ങനെ വരും? കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ n-1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ n-1 മൈനസ് cos n+1 ഇൻറ്റു എക്സ്. അല്ല, കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ സൈൻ ആണ് വരിക. സൈൻ n+1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ n+1 മൈനസ് 1/2 ഇൻറ്റു സൈൻ n-2 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ n-2 മൈനസ് cos n+2 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ n+2. സോറി, കോസ് അല്ല, എഗെയിൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻ അല്ലേ വരിക? സൈൻ.
അപ്പോൾ ഇതാണ് നമുക്ക് ഇതുവരെ വന്നിട്ടുള്ളത്. ദിസ് ഹാപ്പൻസ് ഫോർ n is equal to 3, 4, 5 എക്സെട്ര. ഇതെല്ലാതും 1ഉം 2ഉം അല്ലാതെ ബാക്കിയുള്ള എല്ലാ n വാല്യൂസിനും ഇത് ട്രൂ ആണ്. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്സ് ഇതാണ്. ഓക്കെ, an is equal to ഇത്രയും വന്നു. ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to π. ഓക്കെ, സൈൻ ആണ് കേട്ടോ അല്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വാല്യൂസ് നോക്കാം. അപ്പൊ എന്ത് വരും? an is equal to n is equal to 1 ആയി കഴിഞ്ഞാൽ ഇതായിരുന്നില്ലേ വാല്യൂ, ദാറ്റ് ഈസ് 2k/π. കാണുന്നില്ലേ? ഓക്കെ, 2k/π ഇൻറ്റു 1/2 കോൺസ്റ്റന്റ് ആണ്. cos 0 ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? സൈൻ അല്ല, cos 0 ഇന്റഗ്രേറ്റ് ചെയ്യുക മീൻസ് cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. cos 0 1 ആണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വരും? എക്സ്. സൈൻ വേണ്ട, സോറി. cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 1 ആണ്. സോ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മൈനസ് cos 2x. cos 2xനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ sin 2x ഡിവൈഡഡ് ബൈ 2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഫ്രം 0 to π. Then minus next 1/2 ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. നമ്മളിവിടെ ഒരു 1/2 എന്ന് പറയണത് ഒമിറ്റ് ചെയ്തു പോയി. ഇവിടെ ഒരു 1/2 വരുന്നുണ്ട്. 1/2 ഇത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ തൊട്ട് മുൻപുള്ളതും ഇത് സൈനിന് നമ്മൾ സൈൻ എ സൈൻ ബി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു 1/2 എന്നുള്ള ടേം ഉണ്ട്. അത് ഞാൻ ഇവിടേക്ക് എഴുതുകയാണെങ്കിൽ 1/2 ഇൻറ്റു 1/2 വരും. അതേമാതിരി തന്നെ ഇവിടെയും 1/2 ഇൻറ്റു 1/2 എന്നുള്ള ടേം വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് അതേമാതിരി തന്നെ 1/2 ഇൻറ്റു 1/2 എന്നുള്ള ടേം വരും. ഓക്കെ, ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ വരിക? 1/4 ഇൻറ്റു ഇവിടെ എന്താണ്? cos x is equal to cos minus x ആണ്. cos theta is equal to cos of minus theta is equal to cos theta. അപ്പം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? സൈൻ എക്സ് മൈനസ് ഇവിടെ നിന്ന് സൈൻ 3x/3 ഫ്രം 0 to π. This happens when n is equal to 1. Okay. Next നമുക്ക് 2k/π into this integral എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും? this term. ഓക്കെ, ഏത് ടേമാണ് നമുക്ക് വരുന്നത്? this one. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 നമ്മൾ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. ദെൻ cos x. cos x-നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? sin x. ദെൻ മൈനസ് cos 3x-നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ sin 3x/3 ഫ്രം 0 to π മൈനസ് 1/4 ഇൻറ്റു ഇന്റഗ്രൽ cos 0 അഗെയിൻ നമുക്കറിയാം 1 ആണ്. സോ cos 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x വരും. മൈനസ് cos 4x-നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ sin 4x/4 ഫ്രം 0 to π. ഓക്കെ, ദിസ് ഹാപ്പൻസ് ഫോർ n is equal to 2. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് നോക്കാം. ലാസ്റ്റ് 2k/π ദിസ് ടേം. ഇവിടെ എന്താ പറഞ്ഞത്? എന്ത് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോം വരും? സൈൻ π ആണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. സൈൻ n-1 ഡിവൈഡഡ് ബൈ π അല്ല, സൈൻ n-1 ഇൻറ്റു π ഡിവൈഡഡ് ബൈ n-1 മൈനസ് സൈൻ n+1
ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 മൈനസ് പിന്നെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ 0 ആണ്, അപ്പോൾ ഹോൾ ടേം തന്നെ 0 ആയിട്ട് പോയി. ദെൻ മൈനസ് 1/2 ഇൻറ്റു 1/2 ദാറ്റ് ഇസ് 1/4. 1/4 ഇൻറ്റു ഇവിടെ സൈൻ n മൈനസ് 2 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ n മൈനസ് 2 മൈനസ് സൈൻ n പ്ലസ് 2 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ n പ്ലസ് 2. എഗെയിൻ 0 ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സൈൻ 0 ആയിട്ടാണ് വരുന്നത്, ഫുൾ 0 ആയി പോയി. സോ മൈനസ് 0. ഓക്കെ, n ഇസ് ഈക്വൽ ടു 1 വരുന്ന സമയത്തായിരുന്നു. അപ്പം നമുക്ക് ഇനി ഇത് നമ്മളുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഏത് ഫോമിലേക്ക് മാറും? 2k പൈ by pi into 1/2 into നമ്മുടെ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോമിലേക്കാണ് വരുന്നത്? പൈ മൈനസ് സൈൻ 2π/2 മൈനസ് 0 ആയിട്ട് പോയി ഫുള്ളും. ദെൻ മൈനസ് 1/4 ഇൻറ്റു സൈൻ pi minus sin 3π/3. Sin pi minus sin 3π/3 again minus whole 0 for n is equal to 1. Then n is equal to 2 in a n is equal to 2 in എന്തായിരുന്നു? 2k pi 1/2 sin pi minus sin 3π/3 minus 0 minus 1/4 into pi minus sin 4π/4 minus 0. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 0 ആയിട്ടാണ് വരുന്നത്. ദിസ് ഫോർ n is equal to 2. ഇനി n equal to 2, 3, 4 അതിനെല്ലാത്തിനും എന്താ വരിക എന്നുള്ളത് നോക്കാം. ഇവിടെ എന്ത് വരും? 2k by pi into sin n minus 1 into pi by n minus 1. എന്നിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന വാല്യൂസ് 3, 4, 5 അങ്ങനെയാണ് അല്ലേ? അപ്പോൾ എന്നിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 minus 1 2π ആണ് വരിക. ഇനി എന്നിന് 4 കൊടുത്തു കഴിഞ്ഞാലും 5 കൊടുത്തു കഴിഞ്ഞാലും എത്രയാണെങ്കിലും ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് സൈൻ എൻ പൈന്റെ ഫോം അല്ലെങ്കിൽ സൈൻ എം പൈന്റെ ഒരു ഫോമിലാണ് വരുന്നത്. നമുക്കറിയാം സൈൻ എൻ പൈ എല്ലാതും 0 ആണ്. ഫോർ n is equal to 1, 2, 3 എക്സെട്ര. പൈന്റെ ഏതൊരു മൾട്ടിപ്പിളിനും സൈൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 2k പൈ ഇൻറ്റു 0 മൈനസ് 0 മൈനസ് 0 എല്ലാതും നമുക്ക് ഇവിടെ എന്തായിട്ടാണ് പോകുന്നത്? ടോട്ടലി 0 ആയിട്ടാണ് പോകുന്നത്. ഫോർ n is equal to 3, 4, 5 അല്ലേ? എന്നിന് നമ്മൾ 3 മുതൽക്കുള്ള വാല്യൂസ് എടുക്കുന്നു കഴിഞ്ഞാൽ n മൈനസ് 1 ആയാലും n പ്ലസ് 1 ആയാലും എല്ലാതും ഒരു മൾട്ടിപ്പിൾ ഓഫ് പൈ ആയിട്ടാണ് വരിക. ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് പൈ അല്ലാതെ നമുക്കറിയാം സൈൻ്റെ വാല്യൂ 0 ആണ്. സോ ദിസ് ഹോൾ ടേം ബിക്കംസ് 0. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ an എന്നുള്ളത് ഏത് ഫോമിലേക്ക് വന്നു? an is equal to 2k by pi ഇൻറ്റു 1/2 ഇൻറ്റു നമുക്ക് ഇവിടെ എന്താ വരിക? പൈ ഉണ്ട് മൈനസ് സൈൻ 2π/2 0 ആവും, മൈനസ് 1/4 സൈൻ പൈ 0 ആവും, സൈൻ 3π/3. ഈ 3π/3 എന്നൊക്കെ പറയുന്നത് നമുക്ക് ഹോൾ ഡിവൈഡഡ് ബൈ ആയിരുന്നു. അപ്പോൾ 3π സൈൻ 3π മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ്. സോ സൈൻ വാല്യൂ 0 ആയിരിക്കും. ടോട്ടലി നമുക്ക് എന്താ വരുന്നത്? ഇവിടെ 0 ആണ് വരുന്നത്. ഫോർ n is equal to 1. ഇനി അതേമാതിരി തന്നെ ബാക്കിയുള്ളതും കൂടി നോക്കാം. 2k by pi ഇവിടെ നമുക്കറിയാം 1/2 ഇൻറ്റു സൈൻ പൈ 0 ആണ്, സൈൻ 3π/3 0 ആണ്. സോ അതെല്ലാതും 0 ആയി. മൈനസ് 1/4 ഇൻറ്റു ഇവിടെ നമുക്കൊരു ടേം വരുന്നുണ്ട്. സോ 1/4 പൈ
മൈനസ് എഗെയിൻ ഈ ടേംസ് എല്ലാതും സൈൻ 4π എന്ന് പറയുന്നതും 0 ആണ്, പിന്നെ മൈനസ് 0. സോ ദിസ് 0 ഫോർ n ഇസ് ഈക്വൽ ടു 2. ദെൻ ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 2k by pi into 0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0 ഫോർ n ഇസ് ഈക്വൽ ടു 3, 4, 5 എക്സെട്ര. അപ്പൊ നമുക്ക് a എന്നുള്ള വാല്യൂ എങ്ങനെയായിട്ട് മാറി? 2. ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2ഉം ക്യാൻസൽ ആവും, പൈയും ക്യാൻസൽ ആവും. സോ a n is equal to k for n is equal to 1. ഇവിടെ നമുക്ക് പൈ ക്യാൻസൽ ആവും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2k ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഇസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് k by 2. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് k by 2 ഫോർ n ഇസ് ഈക്വൽ ടു 2 ആൻഡ് 0 ഫോർ n not equal to 1,2. that means 1ഉം 2ഉം അല്ലാണ്ട് ബാക്കി ഏത് വാല്യൂസിനും 3, 4, 5 ഏത് വാല്യൂസിനും a n എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് എന്തായിട്ട് കിട്ടിയത്? ഫോറിയർ കോയിഫിഷ്യന്റ് a n ആയിട്ട് കിട്ടി. അപ്പൊ a n ടേംസ് വരുന്നത് n is equal to 1നും 2നും മാത്രമാണ്. അപ്പൊ നമ്മുടെ u of x, t നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? u of x, t is equal to നമുക്ക് summation n is equal to 1 to infinity an cos nt sin nx എന്നുള്ള ഫോമിലേക്കായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. നിൽക്കുന്നുണ്ടായിരുന്നത് എങ്ങനെയാണ്? summation n is equal to 1 to infinity. നമുക്ക് ആ u of x t അവിടെ എടുത്തു കഴിഞ്ഞാൽ അറിയാം. an എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. an cos lambda n into t, lambda n എന്ന് പറയുന്നത് നമുക്ക് n ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ cos nt into sin n പൈ എക്സ് ബൈ പൈ ആയിരുന്നു. അപ്പൊ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എൻ എക്സ്. അപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? n ഇസ് ഈക്വൽ ടു 1ന് നമുക്ക് a എന്ന് പറയുന്നത് k ആണ്. സോ k cos t, n ഇസ് ഈക്വൽ ടു 1നാണ്. cos t ഇൻറ്റു സൈൻ n ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ സൈൻ എൻ എക്സ്, സൈൻ എൻ എക്സ് പ്ലസ് n ഇസ് ഈക്വൽ ടു 2ന് നമുക്ക് വന്നത് മൈനസ് k by 2 ഇൻറ്റു a എന്ന് പറയുന്നത് മൈനസ് k by 2 ആണ്. cos 2t sin 2x. അപ്പൊ ഇതാണ് നമ്മളുടെ u of x, t എന്ന് പറയുന്നത്. u of x, t is equal to k into cos t sin x minus k by 2 into cos 2t into sin 2x. ഇതാണ് നമ്മളുടെ ആൻസർ. താങ്ക് യു.